അസ്സലാമു യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ ഒരു ദിവസമാണ്. ഇന്നലെ നമുക്ക് ബറാഅത്ത് രാവ് 15 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിവസമാണ്. എന്താണ് അത്? നമുക്ക് ആ വിഷയത്തിലേക്ക് അങ്ങോട്ട് വരാം. 16 മാസമോ അല്ലെങ്കിൽ 17 മാസമോ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്ന് പറയുന്നത് അവർക്ക് പ്രയാസമുണ്ടാക്കിയൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മുത്തനബി തങ്ങളുടെ പാരമ്പര്യം അതാണ്. തിരിഞ്ഞുസ്കരിച്ചു അല്ലേ? ഞങ്ങളോടൊപ്പം ഞങ്ങൾ തന്നെയാണ് ശരിയില്ലേ? പക്ഷെ അള്ളാഹു തആല ഈ ഒരു കാര്യം ചെയ്യും. ആളുകൾ ഉണ്ടാവും. എങ്ങനെയാണ്? നബിതങ്ങളെ കാണുമ്പോൾ അവർ നബിതങ്ങളാളായിട്ടിങ്ങനെ അഭിനയിക്കും. ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ മനസ്സിലാക്കിയ സ്വഹാബികളാണ്. കാര്യം അങ്ങനെ ഇങ്ങനെ ഈ ഒരു വിധി മാറ്റി കഅബ ഇങ്ങനെ നോക്കാറുണ്ട്. വഹിയറ്റ് വരുന്നുണ്ടോ? വന്നാൽ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാമായിരുന്നു. ാണ് എന്നുണ്ട്. ഭൂരിഭാഗം ഷഅബാൻ 15 എന്നുള്ള രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷഅബാൻ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗം കാണാനാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ അവരെ കൂടെ നിസ്കരിച്ചു. നബി വഹ്യുമായി വന്നു.
ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർള ശതുറാ വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂൻ ഇതാണ് ആയത്ത്. അവതരിച്ചിട്ടുള്ള ഈ വചനം എന്താണ്? കദിനറാ നാം കണ്ടിട്ടുണ്ട് നബിയെ. ഫലനുവല്ലിയന്നക ഖിബ്ല കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുസ്കരിച്ചോളി. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. എവിടെ പോയാലും നിങ്ങളുടെ നെഞ്ച് ആ സഹാബത്തും നിസ്കരിക്കുകയായിരുന്നു. സഹാബികൾ എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ നബി നേരെ എതിർഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങോട്ട് വന്നു. അതിൻ്റെ അടയാളം അതിൻ്റെ ചുമരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഗവൺമെന്റ് പേര് കൊടുക്കാൻ കാരണം രണ്ട് ഖിബിലയിലേക്ക് ഒരു നിസ്കാരം നിസ്കരിച്ച ഷേപ്പ് നല്ല മാറ്റി നല്ല ഒരുപാട് ആളുകൾക്ക് വരാനുള്ള ഒരു സൗകര്യം അവിടെ തന്നെ ഉണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വിധി എന്തിനാണ് അള്ളാഹു താല ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറഞ്ഞു. അതിനെപ്പറ്റി ഖുർആൻ ഒന്നും കൂടെ പറയുന്നുണ്ട്. വമാ ജഅൽ മൻ യത്തബിഉ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖബൈ മാ കാന അല്ലാഹു ലിയുളിയ ഈമാൻ വിശ്വസിച്ചവരാരാണ് എന്ന് മുമ്പ് നിസ്കരിച്ച അവർ നിസ്കരിച്ച് മരണപ്പെട്ടു പോയവരുടെ സ്ഥിതി എന്താ? അവൻ നിസ്കാരം ശരിയായിട്ടില്ലേ? അവൻ നിസ്കാരത്തിൽ കൂലി കിട്ടൂലേ? അവരുടെ വിശ്വാസത്തിനൊരു കുഴപ്പമില്ല, അവരുടെ നിസ്കാരങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. മറ്റൊന്ന്, അള്ളാന്റെ റസൂൽ അള്ളാഹു അത് ഇഷ്ടപ്പെട്ടു എന്നാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം കാര്യം അള്ളാഹു താല നബി തങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുക്കും. അപ്പൊ നബി തങ്ങൾ എന്താണ് ആ ഒരു പദം?
അപ്പം ആ ഒരു സംഭവത്തിന് സാക്ഷിയായൊരു ഒരു പകലാണ് കപടവിശ്വാസികളുടെ സ്വഭാവം. നിബിതങ്ങൾ സഹാബത്തിൻ്റെ കൂടെ അടങ്ങുന്ന ആളുകൾ, അവരുടെ തനി സ്വഭാവം ഇതിൽ പ്രധാനമാണ്. ആദർശമാണ് പ്രധാനം. അതാണ് സമസ്ത സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. മായി വന്നപ്പോഴാണ് സമസ്ത രൂപീകരിച്ചത്. സ്ഥാനക്കാർ അവരുടെ അവരുടെ സ്വഭാവം ഇന്നതാണ്, അവരെ കൂടെ നിങ്ങൾ കൂടരുത്. പറയാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ മഹാനായ അബ്ദുൽ ഖവാരി മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ശുദ്ധ മനസ്സിൻ്റെ ഉടമകളായ പണ്ഡിതന്മാർ ഒരിക്കലും അത് വഴിതെറ്റാതെ അള്ളാഹു ആ മഹാന് ദീർഘായുസ്സും ആഫിയത്തും ിക്കട്ടെ. അങ്ങനെ ഒരുപാട് അതിൻ്റെ കീഴിലാണ് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് സുന്നി മഹല്ലി ഫെഡറേഷൻ, ഈ 16 കീഴ്ഘടകങ്ങളും 40 കൊടുക്കൂല. അള്ളാഹു ആ വിശ്വാസങ്ങളുടെ സഹാബിമാരോടൊപ്പം സഹാബിമാരാണ് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാനാണ് അല്ലാഹു തആല ഒരു കിബില പുറം വർഷിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ